ഇവിടെ തെരേസാ ഭവനിൽ 90ഓളം ദൈവമക്കളാണ് ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത്. നമ്മൾ തെരുവിലൊക്കെ അലഞ്ഞടക്കുന്ന ആരാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ട മക്കളാണ്. നമ്മൾ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവരും ഒത്തിരി പ്രായമുള്ളവരും കിടപ്പ് രോഗികളായിട്ടുള്ളവരും വീൽചെയറിലായിരിക്കുന്നവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയിലും കരുതലിലുമാണ് ഓരോ ദിവസവും ഈ ഭവനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഭവനത്തിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം ഈ മക്കളെ ഈ മാനസിക രോഗികളായിട്ടുള്ളവരിൽ നിന്ന് വേർതിരിച്ച് ഒരു ഭവനം പണിയാനുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് തെരേസാ ഭവൻ അഗാപ്പെ സെന്റർ എന്നുള്ള പേരിൽ ഒരു ഭവനം ആരംഭിച്ചിരിക്കുന്നത്. ഒരു കുടുംബം ദാനമായി തന്ന സ്ഥലത്ത് ഒരു കെട്ടിടം പണി തുടങ്ങിയിരിക്കുകയാണ്. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന പൗലോസപ്പസ്തലന്റെ വാക്കുകളാണ് കൂടുതൽ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നത്. ഇനിയും ധാരാളം മക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്. 75 പേരെ സംരക്ഷിക്കാനുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ 90ഓളം പേര് കഴിയുന്നത്. പുതിയ കെട്ടിടമായി ഈ മക്കളെ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അകമഴിഞ്ഞ സഹായവും ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജിബിൽ കുഴിവേലിൽ. എൻ്റെ വീട് പയ്യാവൂരാണ്. എൻ്റെ ഇടവക അതിർത്തിക്കുള്ളിലാണ് വെമ്പുവായിൽ തെരേസാ ഭവൻ പ്രവർത്തിക്കുന്നത്. സജി ബ്രദർ വളരെ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി അനേകം മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇടവകയ്ക്ക് തന്നെ ഒരു വലിയ മാതൃകയായി പ്രവർത്തിക്കുന്നത് കണ്ടു വന്നവനാണ് ഞാൻ. ഒരിക്കൽ അവിടെ സന്ദർശിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പോരാനിറങ്ങിയപ്പോൾ സജി ബ്രദർ എന്നോട് ഒരു പ്രാർത്ഥനാ സഹായം പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഇവിടെ മാനസിക രോഗികളും വൃദ്ധരായിട്ടുള്ളവരും ഒരുമിച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരെ സെപ്പറേറ്റ് ഭവനങ്ങളിലേക്ക് ആക്കണം, അതിനൊരു ആഗ്രഹമുണ്ട്. അതിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു 1.5 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു പ്രാർത്ഥനാ നിയോഗമാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ അത് ഏറ്റെടുത്തു പോന്നു. പക്ഷേ എൻ്റെ മനസ്സിലത് വല്ലാത്തൊരു ഭാരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത് 1 ഏക്കർ 60 സെൻറ്റ് സ്ഥലമാണ്. എന്നാൽ പിന്നെ ഇതങ്ങ് കൊടുത്താൽ എന്താണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ചേട്ടന്മാർ രണ്ടുപേരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ തന്നെ കൊടുക്കണ്ട, വീട്ടിൽ അവരുടെ 2 പേരുടെയും 1/2 ഏക്കർ വെച്ചും എൻ്റെ 1/2 ഏക്കറും, അങ്ങനെ 3 പേരും കൂടെ കൂടി 1.5 ഏക്കർ സ്ഥലം കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം അന്ന് തന്നെ രാത്രിയിൽ എടുക്കുകയും അപ്പോൾ തന്നെ സജി ബ്രദറിനെ വിളിച്ച് പറയുകയും ചെയ്തു. കൊണ്ടാരശ്ശേരി പിതാവ് വന്ന് കല്ലിട്ടു. ഇപ്പോൾ ആ ഭവനം പണിത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായി ദൈവം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ദൈവത്തിൻ്റെ കരം നിങ്ങളിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇതാണ് നമ്മളെ ജിബിലച്ചൻ പറഞ്ഞ അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ ദാനമായി തെരേസാ ഭവൻ എന്ന സ്ഥലം ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ആ പ്രായമുള്ള മക്കൾക്ക് വേണ്ടി പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നത്. നമ്മുടെ തറയൊക്കെ കെട്ടി ബെൽറ്റൊക്കെ വാർത്ത് കുറച്ച് നാൾ കാട്ടിങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് തെരേസാ ഭവനിൽ ഇപ്പോൾ 90ഓളം മക്കളിൽ കുറേ പേര് കിടപ്പ് രോഗികളും വയ്യാത്തവരും ഉണ്ട്. ഇപ്പം മാനസിക രോഗികളുടെ ഒന്നിച്ച് കഴിയൽ ബുദ്ധിമുട്ടാണ്. അവരെയാണ് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഈ ഒരു നിലയിൽ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയും കുറേ പാവപ്പെട്ട മക്കളെയും കൂടി നമുക്കിവിടെ എടുക്കാൻ കഴിയും. ഇതിൻ്റെ 2ാം നില വരുമ്പോൾ സ്ത്രീകളായിട്ടുള്ള അനാഥരായിട്ടുള്ള മക്കളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പിന്നീടാണ് 2ാം ഘട്ടമായിട്ട് വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒത്തിരി മക്കളെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ ആലയമായിട്ട് ഇവിടെ മാറുവാനാണ് ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും. ദൈവത്തിൻ്റെ ഒരു പരിപാലനയിലാണ് ഈ പണി ഇനി മുന്നോട്ട് പോകേണ്ടത്. ഇതിന് ദൈവം ആരെയൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. ജിബിലച്ചനെ തന്നെ വളരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലാണ് ദൈവം ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന ആ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിച്ച് പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് കല്ലായിട്ടോ കുറച്ച് സിമൻ്റായിട്ടോ കുറച്ച് കമ്പിയായിട്ടോ ഒരു കട്ടളയോ ഒരു ജനലോ പറ്റുന്നത്, അത് എത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല. ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമാണ്. അല്ലെ ഒരു പണിക്കാരൻ്റെ ഒരു മേസ്തിരിയുടെ കൂലിയോ, അങ്ങനെ പലരിലൂടെയാണല്ലോ കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അനേകം ദൈവമക്കളിലൂടെ ഈ ആലയത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് ഇവിടെ ഒത്തിരി ദൈവത്തിൻ്റെ പാവപ്പെട്ട മക്കൾ സംരക്ഷണം കൊടുക്കാൻ, അവർക്ക് തണലേകുവാൻ, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.